അയ്യോ അത് ശരിയാണല്ലേ. അത് ശരിയാണോ? എന്തിനാ ചിരിക്കുന്നത്? ശരിയല്ല. ശരിയല്ല. നിങ്ങളെ ഭാര്യയെ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. ചിന്തിക്കുന്ന എന്റെ ഭാര്യ അല്ലാതെ വേറെ ആരുടെങ്കിലും എന്റെ ഭാര്യയെ ചുംബിച്ച ഒരു ദിവസം. അന്നാണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി അവള് നാട്ടുകാരെ വിളിച്ചു കൂട്ടി പോലീസിനെ അറിയിച്ച് എന്നെ വിട്ടിറങ്ങി പോയത്. സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ ആരെങ്കിലും അങ്ങനെ പിണങ്ങി ഇറങ്ങുവോ? എന്നാ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും പിണങ്ങണം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, സത്യമായിട്ടും ഞാൻ അവളെ ചുംബിച്ചപ്പോഴാണ് അവൾ എന്നെ വിട്ട് പിണങ്ങി പോയത്. അതെന്താണ് അതായത് എനിക്ക് കൊറോണ വന്നപ്പോഴാണ് ഇവക്ക് കൊറോണ ഇല്ല. അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണേ പറഞ്ഞ് പിടിച്ചു ഒറ്റ പോലീസിനെ ഇറച്ചി ഹെൽത്തി നാളൊന്നും ആകെ വിഷയമായി. സ്നേഹമില്ല ഇവരുടെ മനസ്സിൽ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്നേഹം വരണം. സ്നേഹം വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹഗ് ചെയ്യണം. ഹഗ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓക്സിറ്റോക്സിൻ കൂടും, സകല പ്രശ്നങ്ങളും തീരും. ഉദാഹരണത്തിന് അനിയൻ എന്നെ ഒന്ന് ഹഗ് ചെയ്യൂ. വരൂ വരൂ, ഹഗ് ചെയ്യൂ. ചെയ്യൂ, ഹഗ് ചെയ്യൂ. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു ദിവസം 4 നേരം ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അല്ലല്ല, എന്റെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും പോയി. സത്യം, മൈൻഡ് ഫ്രീ ആയി മേഡം. മേഡത്തിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എത്ര പേര് മേഡത്തിന്റെ മോട്ടിവേഷൻ കണ്ട് ജീവിതം നന്നായിട്ട് പോയിട്ട്. ഇവിടെ ഒന്നുമല്ല, എവിടെ അമ്മയാ വലിയ വിഷം. മോട്ടിവേഷൻ എല്ലാം തരുന്നത് പിന്നെ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവളെ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കി മാറ്റിയത്. സത്യം പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് കിഡ്സ് പോലെ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികളുടെ കൂട്ടില്ലേ, എല്ലാം ഓപ്പൺ ആയി പറഞ്ഞ് ഒന്നും ഒളിച്ചു വെക്കാതെ അങ്ങനെ ആയിരിക്കണം. നോക്കൂ, എന്റെ സാബുവേട്ടനെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുക. അങ്ങനെയല്ല, ഒരു സ്പേസ്. ഞങ്ങൾ തമ്മിൽ സ്പേസ് ഇട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഞാനും ഇദ്ദേഹത്തെ പഠിപ്പിച്ച് മോട്ടിവേറ്റർ ആക്കിയില്ലേ. സത്യം പറയാമല്ലോ, ഇവളെ എനിക്ക് കിട്ടാറില്ല, വിളിച്ചാ കിട്ടാറില്ല. അത്രയ്ക്ക് തിരക്കാക്കി വിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 20. 20 അര കിടന്ന് കളിച്ചതാ. അല്ല, സത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം 20 വർഷങ്ങൾ ഞങ്ങൾക്ക് 20 ദിവസം പോലെയാ തോന്നുന്നത്. സത്യമായിട്ട് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറേ ഇല്ല. 20 ദിവസമല്ലേ ആയിട്ടുള്ളൂ, 1 വർഷമെങ്കിലും വേണ്ടേ വെഡിങ് ആനിവേഴ്സറി? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് മേഡം, ശരിക്കും നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു? ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ സാബേട്ടനായിട്ട്. എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. പാട്ടൊക്കെ പാടും സാബേട്ടൻ, നൃത്തം ചെയ്യും സാബേട്ടൻ. ഇത്രേ ഉള്ളൂ സാബേട്ടൻ. സത്യം പറയാനില്ല, ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇതാണ് വേണ്ടത്. അണപ്പല്ല, നിങ്ങളെ ഈ ഒത്തൊരുമയുള്ള ഈ ജീവിതമാണ് എനിക്ക് സത്യം എനിക്ക് വേണ്ടത്. സീരിയസ്ലി? അതിനുവേണ്ടി ഇതുവരെ വരണം എന്നൊന്നുമില്ല. എന്റെ 40കളിലെ പ്രണയം വായിച്ചിട്ടുണ്ട്. 40 പ്രളയം, 2014 പ്രളയം. അയ്യോ, അതല്ല, എന്റെ 40കളിലെ പ്രണയം, ലവ് വായിച്ചിട്ടുണ്ടോ? വായിക്കണം. അത് വായിച്ചാൽ നിങ്ങൾ ഭാര്യയോട് കുറച്ചും കൂടി അടുക്കും. ഞാൻ ആ ബുക്ക് എടുത്ത് തരാവേ. മോനു, ആ ബക്കു നീ എവിടെയാടാ വെച്ചത്? ഇതൊരു കൊച്ചു പുസ്തകമാണല്ലോ, പക്ഷെ ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ശരി, ഒരിക്കൽ ഭാര്യയെ കൂട്ടി വരണം കേട്ടോ. തീർച്ചയായിട്ടും. ശരി, അപ്പൊ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കേ.